കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വസുവിന് അവളുടെ ജീവിതകാലം മുഴുവൻ കഷ്ടതയാ. അറ്റ്ലീസ്റ്റ് ഇവിടെയെങ്കിലും അവള് സന്തോഷിട്ടിരിക്കുമെന്ന് കരുതി യാതൊരു ബന്ധമില്ലാത്ത പ്രശ്നങ്ങളുണ്ടായി വസുവിന്റെ സന്തോഷത്തെ നശിപ്പിക്കുക. അബിയെ പോലും നല്ലൊരു ഭർത്താവിനെ കിട്ടിയിട്ട് പോലും വസു കഷ്ടപ്പെടുന്നത് കാണുമ്പോ എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയില്ല ഏട്ടാ. വസുവിനെ എങ്ങനെ ആശ്വസിപ്പിക്കണം, ഏത് വിധത്തിൽ അവൾക്ക് ധൈര്യം കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏട്ടാ. വസുവിന്റെ പ്രശ്നങ്ങൾ ഒരു വശത്തുള്ളപ്പോ പാവ ആ ഉണ്ണി, അവനൊരു കൊച്ചു കുട്ടിയല്ലേ, എന്താ ഏതോ നോക്കി മനസ്സിലാവാത്ത പ്രായവാ. ശരി ഏതാ തെറ്റേതാന്ന് തിരിച്ചറിയാത്ത കുഞ്ഞിനോട് അമ്മ അങ്ങനെ വഴക്ക് പറയുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. ഉണ്ണി അവന്റെ ശരിക്കുള്ള അച്ഛനെ കണ്ടിട്ട് പോലുമില്ല. അബി അവന്റെ അച്ഛനെന്ന് അവൻ കരുതുന്നത്. അബി അവന് ഒരുപാട് ഇഷ്ടവാ. എപ്പോഴും അച്ഛ അച്ഛന്ന് വിളിച്ചുകൊണ്ട് അബിയുടെ പിന്നിൽ ഇങ്ങനെ ചുറ്റി നടക്കും. അങ്ങനെയുള്ള ഉണ്ണി അറിഞ്ഞുകൊണ്ട് അബിക്ക് ആപത്ത് വരുത്താൻ നോക്കോ? അവൻ കാരണമാ അബിക്ക് ആപത്ത് സംഭവിച്ചെന്ന് അമ്മ വഴക്ക് പറഞ്ഞപ്പോ പാവം ആ കുഞ്ഞു മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. എന്ത് വിഷമിച്ചിട്ടായിരിക്കും അവൻ അബിക്ക് വേണ്ടി കോവിലിൽ പോയി പ്രാർത്ഥിച്ചത്. ഈ അച്ഛൻ കൂടി അവനെ വിട്ടുപോകുമെന്ന് അവൻ ഭയന്നിട്ടുണ്ടാവും അല്ലേ? വസുവിനെ പോലും അവനെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ വിഷമം എത്ര വലുതാന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ ഏട്ടാ. ദൈവത്തിന്റെ കാര്യം എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ വസുവിനെ ഉണ്ണിയും നീ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഭാവനെ. മുതിർന്ന മരുമകളെന്ന് പറയുമ്പോ അധികാരമുള്ളവളെന്ന് എല്ലാരും കരുതുന്നേ. എന്നാ നിന്റെ കാര്യത്തിൽ അതല്ലാതെ നീ തന്നെ തെളിയിച്ചു. വസുവിനെ സ്വന്തം സഹോദരിയായിട്ടാ നീ കാണുന്നേ. അവളെ നീ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്. അവൾക്ക് നിന്നെപ്പോലൊരു ചേച്ചിയെ കിട്ടിയത് വസുവിന്റെ ഭാഗ്യമാണ്. ഞാൻ ചേച്ചിന്ന് പറഞ്ഞിട്ട് അവൾക്ക് എന്ത് പ്രയോജനം ഏട്ടാ? അവളുടെ വിഷമങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നുണ്ടോ? അവളുടെ കണ്ണുനീര് തുടയ്ക്കാൻ കഴിയുന്നുണ്ടോ? ചുമ്മാ അവളെപ്പറ്റി ഞാൻ വേദനപ്പെട്ടിട്ട് എന്ത് കാര്യമുണ്ട് ഏട്ടൻ പറ. ഇല്ല ഭാവനെ, നിന്നെ പുകഴ്ത്തുവാണെന്ന് വിചാരിക്കരുത്. നിന്നെ പോലുള്ളവർ കുടുംബത്തിലുണ്ടാവുക ഒരു ഭാഗ്യമാണ്. അമ്മയും നിന്നെ പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ നന്നായേനെ. വസുവിന് ഉണ്ണിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഏട്ടാ. വസുവിന്റെ ഈ പുതിയ ജീവിതത്തിലെങ്കിലും കഷ്ടപ്പാടും കണ്ണീരും ഉണ്ടാവാൻ പാടില്ല. ഉണ്ണി സന്തോഷത്തോടെ വളരണം. എന്റെ ആഗ്രഹം അത് തന്നെ ഭാവനെ. നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാൻ എന്താ വേണ്ടെന്ന്. നീ വെറുതെ വിഷമിക്കണ്ട. ഭഗവാനെ, ഇന്നലെ രാത്രി മുതലേ ഏട്ടൻ കണ്ണു തുറന്നിട്ടേ ഇല്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് പേടിയാവുന്നുണ്ട്. ഒന്നും അറിയാത്ത കൊച്ചുകുട്ടിയായ എന്റെ ഉണ്ണി വഴക്ക് കേട്ടോണ്ടിരിക്കുക. കണ്ണു തുറക്കച്ച, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. ഞാൻ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പ്ലീസ് അച്ഛ. ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം പോലും അദ്ദേഹത്തിന്റെ തണലില്ല. ഇനി ഞങ്ങളെ പരീക്ഷിക്കരുത്. അറിയാത്ത തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. വേണമെങ്കിൽ എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ.
ദയവേത് അദ്ദേഹത്തെ രക്ഷിക്കണം. എന്റെ അപേക്ഷ. എന്താ പറഞ്ഞേ? ഇവിടെ ഇത്രയൊക്കെ സംഭവിച്ചോ? ഒരു ആവശ്യമില്ലാതെ ആ വീട്ടിൽ പോയി നിന്നത്. നല്ലൊരു ചാൻസാ ഞാൻ മിസ് ചെയ്തത്. ഏട്ടൻ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം ഉണ്ണിയാണെന്ന് പറഞ്ഞ് അമ്മ അവനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അത് കാണാൻ ആന്റി കൂടെ ഇവിടെ വേണമായിരുന്നു. ഇന്നലെ ഇല്ലായിരുന്നെങ്കിൽ എന്താ, ഇന്ന് ഞാനിവിടെ ഉണ്ടല്ലോ. ആ വസുവിനെ ഉണ്ണീനെ കുട്ടിച്ചോറാക്കും ഞാൻ. കഴുത്തിന് പിടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കും. ആന്റി ഉണ്ടായിരുന്നെങ്കിൽ അത് ഇന്നലെ തന്നെ സംഭവിക്കേണ്ടതായിരുന്നു. അതുമല്ലാതെ വസുവേട്ടത്തെയും ഭവനേട്ടത്തെയും ജീവിതം നശിച്ചു പോകുന്നോ മറ്റോ കിച്ചണിൽ വെച്ച് എന്തോ പറയുന്നത് കേട്ടു. അവർ രണ്ടുപേരും എന്തോ സീക്രട്ട് മറച്ചു വെക്കുന്നുണ്ട്. അതെ, എനിക്കും അതേ സംശയമുണ്ട്. ആ രഘു ആണെങ്കി ഒരു സത്യം പറയാന്നും പറഞ്ഞിട്ട് ഒന്നും പറയാതെ ഇവിടെ ഇറങ്ങിപ്പോയി കൊള്ളത്തമ്മാടി. ആ മുത്തശ്ശിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ആഭരണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണോ ആന്റി? ആ സ്വർണത്തിന് നീയും കണ്ണു വെച്ചല്ലേ? അപ്പോ അതിൽ നിങ്ങൾക്കും ആഗ്രഹമുണ്ടല്ലേ? ആശ വെച്ചിട്ട് എന്ത് പ്രയോജനം? അനുഭവിക്കാൻ തലവീതി ഇല്ലല്ലോ. അവിടെ ഇല്ല ഇവിടെ ഇല്ലാണ്ട് ആ സ്വർണം നിന്റെ അമ്മായിയുടെ അടുത്താ എത്തിയത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ആലോചിക്കാം ആന്റി. ഇപ്പോഴുള്ള ഈ വിഷയം നിങ്ങളൊന്ന് കൊഴിപ്പിക്കാന്റി. ഞാനിവിടെ ഉള്ളതേ അതിനാണല്ലോ. ഉണ്ണിക്കും വസുവിനും വേറൊരു റേഞ്ചിലായിരിക്കും ഞാൻ പണി കൊടുക്കുന്നത്. കാത്തിരുന്ന് കണ്ടോ? വിവാഹത്തോടെ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ ഈ ജീവിതം പൂർണ്ണമാകാതെ എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് രാത്രിയോടെ ഏട്ടനോടൊപ്പമുള്ള എന്റെ ജീവിതം തുടങ്ങാൻ പോവാ. എന്റെ മനസ്സിനെ അതിനു വേണ്ടി തയ്യാറാക്കണം. എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ. അച്ഛാ
അച്ഛൻ കണ്ണു തുറന്നു. അമ്മമ്മ, അപ്പൂപ്പ, അച്ഛൻ ഇപ്പൊ കണ്ണു തുറന്നു. വല്യച്ഛ, വല്യമ്മേ, ചെറിയച്ഛ, ചെറിയമ്മേ, അമ്മുമ്മ, എല്ലാരും വേഗം ഒന്ന് വന്നേ. അനു, കീർത്തി, നിങ്ങളും വേഗം വാ. അച്ഛൻ കണ്ണു തുറന്നിട്ടുണ്ട്. അതെ ഏട്ടാ, അബി. ഇപ്പോ എങ്ങനെയുണ്ട് അഭി? കുഴപ്പമില്ല അച്ഛാ. ഇന്നലെ നീ കണ്ണു തുറക്കാത്തത് കൊണ്ട് ഞങ്ങളെല്ലാം ശരിക്കും ഭയന്നു പോയി അബി. വെൽക്കം ബാക്ക് അബിയേട്ടാ. ഏട്ടന് പെട്ടെന്ന് റിക്കവർ ആവാൻ വേണ്ടി ഞാൻ ഇന്നലെയും കൂടി ഭഗവാനോട് പ്രാർത്ഥിച്ചതാ. അബി, ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെയാണ് എടുത്തി. എന്ത് വലിയ ആപത്താ സംഭവിച്ചത് അബി. ഇന്നലെ ഞാൻ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഞാൻ എന്തൊരു മണ്ടിയ, ഉണ്ടാവേണ്ട സമയത്ത് ഇവിടെ ഉണ്ടായില്ല. ആ ഷോക്ക് നിനക്ക് തന്നെ അടിക്കണമായിരുന്നോ? എന്താണോ എല്ലാ ആപത്തും നിനക്ക് തന്നെയാ വന്ന് ചേരുന്നത്. അഭിക്കൊന്നും പറ്റിയില്ലല്ലോ സുമംഗലേ, നീ കരയാതെ. എന്തേട്ടാ ഇങ്ങനെ പറയുന്നേ? പയറുപോലെ നടന്നവൻ ഇങ്ങനെ കിടക്കയിലായ എങ്ങനെ സഹിക്കുക? എടാ ഉണ്ണി, എന്റെ അഭിമോനെ കൊല്ലാനാണോ നീ ഇങ്ങോട്ട് വന്നത്? നീയും നിന്റെ അമ്മയും ഇതിനു വേണ്ടിയാണോ ഈ വീട്ടിലേക്ക് വന്നത്? അഭിമോനെ ഒരു നിമിഷം പോലും സമാധാനത്തോടെ ഇരിക്കാൻ സമ്മതിക്കില്ലേ? നീ കാരണം എത്ര തവണയാ അവൻ മരണാവസ്ഥയിലേക്ക് എത്തിപ്പോയത്? നിങ്ങളോട് എന്ത് ദ്രോഹ ചെയ്തത് അവൻ എങ്ങനെയിട്ട് ബുദ്ധിമുട്ടിക്കാൻ?
ഇളയമേ, ഉണ്ണിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നീ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യല്ലേ അബി? ജീവനാണ് ജീവൻ, പോയാ തിരിച്ചു വരുമോ? മുമ്പൊരു തവണ ഇവൻ കാരണം വെടിയേറ്റതാ, ഇപ്പൊ കറണ്ടും അടിച്ചു. നീ എത്ര നാളെന്ന് വെച്ച് എങ്ങനെ സഹിക്കാൻ പോകുന്നേ? അവൻ ടി വി ഇടണോന്ന് പറഞ്ഞതുകൊണ്ടല്ലേ നിനക്ക് ഷോക്ക് അടിച്ചത്? ഉണ്ണി മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ ഇളയമ്മേ. പാവം അബിക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോ അവൻ തനിയെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് ആ കുങ്കുമവും ഭസ്മവും അബിയുടെ നെറ്റിയിൽ ഇട്ടു കൊടുത്തു. ഉണ്ണിക്ക് അബിന്ന് വെച്ച ജീവനാ. ആപത്തിലേക്ക് തള്ളിവിട്ട് പൂജയും നമസ്കാരം ചെയ്താൽ മതിയോ ഭവനെ? ഇളയമേ, ഉണ്ണിയൊന്നും പറയണ്ട. ഞാനാണ് ശരിക്കും ശ്രദ്ധിക്കാത്തത്. അങ്ങനെ അല്ലേടാ. ഉണ്ണി, എന്താ അച്ഛാ? എനിക്ക് വേണ്ടി അമ്പലത്തിൽ പോയോ നീ? ഒരുപാട് നേരമായിട്ട് അച്ഛൻ കണ്ണു തുറക്കാത്തോണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എല്ലാരും കരയുമായിരുന്നു. അച്ഛന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അമ്പലത്തിലോട്ട് പോയി അച്ഛനെ സേവ് ചെയ്യാൻ പറഞ്ഞു. അച്ഛനെ നമുക്ക് വേണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ. താങ്ക് യു ഉണ്ണി, താങ്ക് യു സോ മച്ച്. ജീവിതത്തിൽ ഇങ്ങനെ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതിനാരും തന്നെ കാരണമല്ല. ദയവ് ചെയ്ത് ആരെയും വഴക്ക് പറയരുത്. ഞാനിപ്പോ നന്നായിരിക്കുന്നു. എനിക്ക് ഒരു കുഴപ്പമില്ല. ഐ എം ഫൈൻ. അബി, പോയി കുളിച്ചിട്ട് വന്നോളൂ. ശരി അമ്മ.